ഇച്ചായനെ കാണാനില്ല എന്ന വിവരം ഞാൻ അറിയുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അടുപ്പിച്ച് ഫോണിൽ വിളിച്ച് കിട്ടാതെ ഇരുന്നത് കൊണ്ടാണ് വിവരം അന്വേഷിച്ച് അന്ന് ഞാൻ മേക്കാട്ടൂർക്ക് പോയത്. അവിടെ ചെന്നപ്പോഴാണ് 3 ദിവസമായി ഇച്ചായൻ പള്ളിമേടയിലില്ല എന്നും വൈകിട്ട് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്ന് ഞാൻ അറിഞ്ഞത്. അവിടെയായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയത്തിൻ്റെ തുടക്കം. കാരണം നടക്കാൻ പോകുന്നൊരു ശീലം എൻ്റെ ഇച്ചാനുണ്ടായിരുന്നില്ല. കൂടുതലും പ്രാർത്ഥനയിലും പുസ്തകങ്ങൾക്കിടയിലുമാണ് ഇച്ചായൻ സമയം ചെലവഴിക്കാറ്. അന്ന് ഞാൻ കപ്പ്യാരുടെ അനുവാദത്തോടെ പള്ളിമേടയിൽ ഇച്ചായൻ്റെ റൂമിൽ ചെറിയൊരു പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് ഇച്ചായൻ്റെ ഡയറി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിലൂടെയാണ് എൻ്റെ നിച്ചുമോളുടെ വിവരങ്ങളും ഞാൻ അറിയുന്നത്. മേക്കാട്ടൂര് ഒരു വലിയ പ്രമാണി കുടുംബമുണ്ട്. തക്കാളിയിൽ പുറമേന്ന് നോക്കിയാൽ പള്ളിയോടും പട്ടക്കാരോടും ഒക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബം. ഞായറാഴ്ചകളിലെ ഒരു കുർബാന പോലും അവർ മുടക്കത്തില്ല. എല്ലാ കൊല്ലത്തെയും പെരുന്നാൾ അവരാണ് ഏറ്റു നടത്തുന്നത്. പിന്നെ പള്ളിപ്പണി, സിമിത്തേരി പുതുക്കിപ്പണിയൽ, ഇതിലൊക്കെ ലക്ഷങ്ങളാണ് അവർ വാരി എറിയുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ വീട് വെഞ്ചരിപ്പിന് വേണ്ടിയിട്ട് ഇച്ചാൻ ആ വീട്ടിൽ ചെന്നു. എല്ലാ മുറികളും വെഞ്ചരിച്ച് മുകളിലത്തെ നിലയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ കാർന്നോർ ഇച്ചാനെ തടഞ്ഞു. മുകളിൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണെന്നും അങ്ങോട്ടങ്ങനെ ആരും പോകാറില്ലെന്നും അതുകൊണ്ട് അവിടെ വെഞ്ചരിക്കണ്ടെന്നൊക്കെയാണ് അന്ന് ആ കാർന്നോർ പറഞ്ഞത്. അയാളുടെ മുഖത്തെ വെപ്രാളവും പരവേശവുമാണ് ഇച്ചാനിൽ സംശയങ്ങൾ ജനിപ്പിച്ചത് എന്നൊക്കെയാണ് ഇച്ചാൻ അതിൽ എഴുതിയിരുന്നത്. ഈ ചക്കാലയിലെ ഇളയ മകൻ്റെ കുഞ്ഞാണ് നമ്മുടെ നിയോഗ. പക്ഷേ അവൾ എന്തിനിച്ചാൻ അവിടെ നിന്ന് മാറ്റിയെന്നോ അവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഇച്ചാൻ അതിൽ എഴുതിയിരുന്നില്ല. അങ്ങനെ മഠത്തിലെ കറവയ്ക്ക് വരുന്ന ഈനാശു ചേട്ടൻ്റെ മകൻ ജോയലിനെ ഞാൻ രഹസ്യമായി മേക്കാട്ടൂർക്ക് വിട്ടു. അവനവിടെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. കൂടെ പഠിച്ച കുട്ടിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ മേക്കാട്ടൂർക്ക് പോയി. അവിടെയുള്ള അവൻ്റെ ഒരു സുഹൃത്തിൽ നിന്നാണ് ചക്കാലയിലെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടുവെന്നും വീട്ടിലുള്ളവരെ അതിൽ പിന്നെ അവിടെ കണ്ടിട്ടില്ല എന്നും പോലീസ് അന്വേഷണം നടക്കുന്നുവെന്നൊക്കെ അറിഞ്ഞത്. പ്രശ്നങ്ങൾ നിസ്സാരമല്ല എന്ന് അപ്പം എനിക്ക് മനസ്സിലായി. ഇതിന് പിറകെ നേരിട്ടിറങ്ങാൻ മഠത്തിൽ നിന്ന് എനിക്ക് ശക്തമായ വിലക്കുണ്ടായിരുന്നു. നിയമപരമായി അന്വേഷിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞതുകൊണ്ട് ഇച്ചായനെ നിയമപരമായി തന്നെ അന്വേഷിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇച്ചായനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകി. അരമനയിൽ നിന്ന് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇച്ചായൻ്റെ മിസ്സിങ്ങിന് പിറകിൽ എന്തോ ഈ കുടുംബത്തിന് ഒരു വലിയ പങ്കുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. കേസ് കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിറകിൽ ആരാണെങ്കിലും അവരുടെ അധികാരം രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇങ്ങ് സഭയിലും ഉണ്ടെന്ന്. കാരണം ഞാൻ ഇതിൻ്റെ പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാകും ഞങ്ങൾ മിഷനറി സന്യാസികളായതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ മിഷൻ മേഖലയിലേക്ക് എന്നെ അയച്ചു. അധികാരികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണല്ലോ ഞങ്ങൾ. പോയേ മതിയാവും. അനുസരിച്ചു. നീണ്ട 20 വർഷങ്ങൾ ഞാൻ ജർമ്മനിയിലായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴേക്കും എൻ്റെ നിച്ചുമോള് വളർന്നു വലിയ കുട്ടിയായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഈ മനമേൽ മത്തായിയുടെ ഭാര്യ കൊച്ചു ത്രേസ്യ ഇവിടെ ഓർഫണേജിൽ വന്നത്. എൻ്റെ നിച്ചുമോള് നന്നായിട്ട് പാട്ട് പാടും. അതുകൊണ്ട് തന്നെ പള്ളിയിലെ കൊയറിലൊക്കെ എൻ്റെ കൊച്ചായിരുന്നു പാടുന്നത്. അങ്ങനെ പള്ളിയിൽ അവളുടെ പാട്ട് കേട്ട് അവർക്ക് ഇഷ്ടമായി എന്നും മകന് വേണ്ടി അവളെ വിവാഹം ആലോചിക്കാൻ വന്നതാണ് എന്നും പറഞ്ഞു. ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമായി. എല്ലാവർക്കും അറിയാവുന്ന നാട്ടുകാരുടെ മൊത്തം പ്രിയപ്പെട്ട മത്തായി മുതലാളിയുടെ കുടുംബത്തിലേക്ക് എൻ്റെ കൊച്ചിനൊരു ബന്ധം വന്നപ്പോൾ ഒന്നും നോക്കാതെ ഞാനും സമ്മതിച്ചു. ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാക്ക് പോലും ഇല്ലായിരുന്നു എൻ്റെ കൊച്ചിന്. അങ്ങനെ ആർഭാടമായൊന്നും കല്യാണം നടത്താൻ താല്പര്യമില്ല എന്നും പള്ളിയിൽ വെച്ചൊരു താലികെട്ടും ഓർഫനേജിലെ മക്കൾക്ക് ഒരു നേരം വയറ് നിറച്ച ആഹാരവും അങ്ങനെ മതിയെന്നവർ പറഞ്ഞപ്പോൾ എനിക്കും അത് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചെന്നെ വിളിച്ചു. അവൾ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും എന്നെ ഞെട്ടിച്ചു. എന്തായിരിക്കാം നിയോഗ
സിസ്റ്റർ ആഞ്ചലയോട് പറഞ്ഞത്. എന്തുകൊണ്ടാവാം ഫാദർ ജെയിംസ് നിയോഗയെ അവളുടെ വീട്ടിൽ നിന്നും മാറ്റിയത്? നിയോഗയുടെ അമ്മയും നിയോഗയും ഒരേപോലെ ഒരേ സാഹചര്യത്തിൽ കൊല്ലപ്പെടാൻ എന്താവാം ഇതിനു പിന്നിൽ? കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡ് നാളെ കൃത്യം 6 മണിക്ക്. കറുത്തച്ഛൻ.